ഹലോ ഹായ് ആൻഡ് നമസ്കാരം. സിംഗിങ് സ്റ്റാറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ എവിടേക്കോ ബന്ധപ്പെട്ടു പോയ ചില പാട്ടുകൾ അത് പിന്നീട് നമ്മൾ പലപ്പോഴും ഓർത്തെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പോകുന്ന കുറേ പാട്ടുകളുണ്ട്. പാട്ടിന് അങ്ങനെ വലിയൊരു ഒരു ഗുണം കൂടിയുണ്ട്. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, എനിക്കൊന്ന് കൊറോണയ്ക്ക് ശേഷം ഒരുവിധം ആളുകളെല്ലാം വെറുതെ ഇരുന്നപ്പോൾ ആസ്വദിച്ച് തുടങ്ങിയ പാട്ടിൽ നിന്നും പാട്ട് പാടാൻ ശ്രമിച്ചു തുടങ്ങി. അതിൽ ഒരുപാട് നല്ല പാട്ടുകാരെ കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. പാട്ട് പാടാനുള്ള ധൈര്യം അവർക്ക് വരികയുണ്ടായി. അങ്ങനെയുള്ള പാട്ടുകാർക്കുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സിംഗിങ് സ്റ്റാർസിലൂടെ നൽകുന്നത്. അതുകൊണ്ട് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒട്ടും മടിക്കാതെ സിംഗിങ് സ്റ്റാർസിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഈ പാടുന്ന ആളുകളെ പോലെ തന്നെ നിങ്ങൾക്കും ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ വന്ന് പാടാവുന്നതാണ്. 1969 റിലീസ് ചെയ്ത സിനിമയാണ് അടിമകൾ. അടിമകൾ എന്ന സിനിമയിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. വയലാറും ജി ദേവരാജ മാഷും ചേർന്ന് വയലാറിൻ്റെ വരികൾക്ക് ദേവരാജ മാഷിൻ്റെ സംഗീതം പകർന്നു നൽകി പി സുശീലാമ്മ പാടിയ ഒരു മനോഹരമായ പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ചെത്തി മന്ദാരം തുളസി എന്ന് തുടങ്ങുന്ന പാട്ട്. മലപ്പുറം ഐക്കരപ്പടി സബര്യ ഫറോക്കിൽ നിന്നും ജയലക്ഷ്മി സുനിലാണ് ഈ പാട്ടുമായി എത്തുന്നത്. നമുക്ക് കേൾക്കാം. ഗുരുവായൂരപ്പ നിന്നെ കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണേണം. ഗുരുവായൂരപ്പ നിന്നെ കാണേണം. വാഗച്ചാർത്തു കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൽ കാണണം. വാഗച്ചാർത്തു കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൽ കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ